പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589393335. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് BJP സഖ്യം എന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. ജനുവരി 5-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ 3 കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചിരുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് നോമിനേഷൻ ഇല്ലാത്തതിനാൽ യോഗം അവസാനിപ്പിച്ച് ജനുവരി 6-ന് വീണ്ടും യോഗം നടത്തുകയായിരുന്നു. അന്നും ധനകാര്യ കമ്മിറ്റിയിലേക്ക് ആരും നോമിനേഷൻ നൽകിയില്ല. പിന്നീട് ഒഴിവുകൾ നികത്തുന്നതിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരംഗവും CPMലെ ഒരംഗവും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസിനും കോൺഗ്രസ് CPMനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒഴിവുള്ള വികസന കമ്മിറ്റിയിലേക്ക് BJP അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിൽ CPM അംഗങ്ങൾ എതിർത്തിട്ടില്ല. മറിച്ചുള്ള ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കുമെന്നും സ്വപ്ന രാമചന്ദ്രൻ അറിയിച്ചു. CPM ആരോപണം അടിസ്ഥാനരഹിതമാണ്. BJPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് CPM പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ ഇന്നലെ ആണ് ആദ്യമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. വോട്ടിംഗ് പ്രകാരം 3 വികസനത്തിലും ക്ഷേമത്തിലും ആരോഗ്യത്തിലും വനിതാ സംവരണങ്ങൾ നികത്തിയപ്പോൾ ടോസിങ്ങിലൂടെ വോട്ടെടുപ്പ് നടത്തി തുല്യം വന്ന് ടോസിങ്ങിലൂടെ അത് കിട്ടിയത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കിട്ടിയത്. ഇന്ന് ധനകാര്യത്തിലേക്ക് ആരും നോമിനേഷൻ കൊടുക്കാത്ത കാരണം കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഇന്നേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിന് പ്രകാരം ഇന്ന് ധനകാര്യത്തിലേക്ക് ആരും നോമിനേഷൻ കൊടുക്കാതിരുന്നപ്പോൾ ആ വോട്ടിംഗ് നടത്തിയപ്പോൾ CPMന്റെ ആളുകൾ വോട്ട് ചെയ്തത് കോൺഗ്രസിന്റെ അംഗത്തിനാണ്. കോൺഗ്രസിന്റെ അംഗങ്ങൾ CPMന് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ നറുക്കെട്ട് കോൺഗ്രസിന്റെ അംഗം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അത് കഴിഞ്ഞ് ക്ഷേമവും ആരോഗ്യവും ഒക്കെ ഉണ്ടായപ്പോൾ ഈ CPMന്റെ ആളുകൾ കോൺഗ്രസിന്റെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യലും ഇത് അങ്ങോട്ടും അവരെ അംഗങ്ങളെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങോട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ആ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ാണ് ഒഴിവ് വന്ന ബാക്കിയുള്ള അംഗങ്ങളെ നികത്താനായിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ അതിൽ BJPയുടെ അംഗം എനിക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാവാൻ താല്പര്യമുണ്ട് ഒഴിവുള്ളതിലേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം അതിലേക്ക് കയറുകയാണ് ചെയ്തത്. അതല്ലാതെ ഒരു വോട്ടിംഗ് പ്രൊസീജിയർ ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് എന്ന ബാലറ്റ് പ്രകാരം നമ്മളാരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇത് കൃത്യമായിട്ട് അങ്ങനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് BJP ആയിട്ട് കൂട്ടുകൂടിയിട്ട് ഒരു വോട്ടിംഗ് പ്രൊസീജിയറിലേക്ക് കോൺഗ്രസ് ഒരിക്കലും നിന്നിട്ടില്ല. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് കോൺഗ്രസ് പോകുന്നത്. BJPയുടെ അംഗം ഒരു സ്ഥലത്ത് പോലും വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, നോമിനേഷൻ കൊടുത്തിട്ടില്ല, എല്ലാ സമയത്തും വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് ഈ CPM അവർക്ക് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഷ്ടപ്പെടുന്നു ഉള്ള ഒരു വേവലാതി പ്രകാരമുള്ള ആ വേവലാതി പ്രകാരം ഉണ്ടാക്കിയ ഒരു ആക്ഷേപം മാത്രമാണ് ഇത്. കൃത്യമായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം മാത്രമാണ്. CPM കോൺഗ്രസ് ഒരിക്കലും BJP ആയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല.